ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ ഗുരുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. വിശേഷതയുള്ള മനുഷ്യൻ, നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. നമ്മുടെ തലയിലെ ഓരോ രോമവും ഞാൻ അറിയാതെ നിലത്ത് വീഴുകയില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ എത്രമാത്രം സ്പെസിഫിക്കാണ് ദൈവം. ഈ മനുഷ്യൻ്റെ ഓരോ നിസ്സാര കാര്യം പോലും ഒരു മനുഷ്യർക്ക് നമ്മുടെ തലയിലെ രോമം എണ്ണാൻ പറ്റില്ല. കർത്താവ് പറയുന്നു, നിൻ്റെ തലയിലെ ഒരു രോമം താഴോട്ട് വീഴണമെങ്കിൽ ഞാൻ അറിയാതെ വീഴൂല എന്ന് പറഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ എന്നെ സ്കാൻ ചെയ്യുന്ന ഒരു ദൈവം, എൻ്റെ സകല കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവം, ഞാൻ ചെയ്യുന്നതൊക്കെയും ഞാൻ ചിന്തിക്കുന്നതൊക്കെയും ഞാൻ നിരൂപിക്കുന്നതൊക്കെയും എൻ്റെ മനസ്സിൽ കൂടെ ചിന്തയിൽ കൂടെ എന്തെല്ലാം പോയാലും കാണുന്ന ഒരു ദൈവം, എന്നെ ശരിയായ രീതിയിൽ സ്കാൻ ചെയ്ത് വിധിക്കുന്ന ഒരു ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ പകൽക്കാല ജീവിതവും രാത്രികാല ജീവിതവും. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 2 കാശിന് 5 കുരിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല. കുരികിൽ അത് താഴോട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം അറിയുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കതൊന്നും ചിന്തിക്കാൻ മനസ്സിലാത്തൊരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. കുരികിൽ എന്ന് പറഞ്ഞാൽ എന്നാ വിലയുണ്ട്? നിസ്സാരമായൊരു ജീവിതം, എത്ര കാലമുണ്ടത്? അതിലൊന്ന് താഴോട്ട് വീഴണമെങ്കിൽ എൻ്റെ പിതാവ് അറിയുമെന്നാണ് പറഞ്ഞത്. എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. ഇൻ ഡീറ്റെയിൽ മനുഷ്യനെ കാണുകയും അറിയുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു ദൈവം, നല്ലതും ചീത്തയും അറിയുന്ന ദൈവം, എൻ്റെ പകൽക്കാലം മുഴുവൻ അറിയുന്നൊരു ദൈവം. എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിലല്ലേ ഞാൻ നിൽക്കുന്നത്? നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടോ? എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. എൻ്റെ വേദനകൾ അവനറിയാം, എൻ്റെ ആശങ്ക അവനറിയാം, എൻ്റെ സന്തോഷം അവനറിയാം, എൻ്റെ സകല കാര്യം, മക്കളുടെ കാര്യം അറിയാം, കടത്തിൻ്റെ കാര്യം അറിയാം, രോഗത്തിൻ്റെ കാര്യം അറിയാം, എൻ്റെ സങ്കടം, അകത്തുള്ള വേദനകൾ അറിയാം. എല്ലാം അറിയുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയാണ്, ആ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ? മത്തായിയുടെ 12:12 പറയുന്നു, എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവർ. അത് പറയാൻ ഒരു കാര്യമുണ്ട്. ശബത്ത് യഹൂദന് ഭയങ്കര ഭക്തിയാണ്. ശബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. കർത്താവ് ചോദിക്കുകയാണ്, ശബത്തിൽ കർത്താവ് ഒരു മനുഷ്യന് വരേണ്ട കൈയുള്ള മനുഷ്യൻ്റെ സൗഖ്യം കൊടുത്തു. ജനങ്ങൾ ഇളകി, യഹൂദന്മാർ ഇളകി. നീ ശബത്തിലാണ്, പാടില്ല, നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനല്ല, നീ ദൈവത്തിന് നീ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശബത്തിൽ നിങ്ങൾ ആടൊരു കുഴിയെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കില്ലേ? അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുഴിയെ കടന്നു കഴിഞ്ഞാൽ ആ ആട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ശബത്തൊന്നും നിങ്ങൾ നോക്കില്ല, നിങ്ങൾ ചെന്നിട്ട് ആടിനെ പൊക്കിയെടുക്കും. അപ്പോൾ ഞാൻ ഈ ശബത്ത് നാളിൽ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതാണോ നിങ്ങൾക്ക് വലിയ പ്രശ്നം? ദൈവം അതിലാണോ ദുഃഖിക്കുന്നത്? പ്രമാണമെല്ലാം തന്നിരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവർ നിങ്ങൾ. എൻ്റെ പ്രിയരെ, നമ്മൾ ആരാണ്? ദൈവം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമേ. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ്. ദൈവം പ്രതീക്ഷയോടെ നമ്മളെ മെനഞ്ഞതാണ്. ദൈവത്തിന് സ്വർഗരാജ്യത്തിൽ നമ്മളെ എത്തിക്കണമെന്ന് നിർബന്ധമാണ്. ആരെക്കാളധികം നമുക്കാർക്കും അതിൽ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ദൈനംദിന ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്വർഗത്തിൽ പോകണമെന്ന് വല്ല നിർബന്ധമല്ലോ ഉണ്ടോ? കർത്താവ് 2 വരുമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? പേടിയുണ്ടോ? ഇന്നോ നാളെയോ കടന്നു പോകുന്ന വ്യക്തിയാണെന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭൂമിയിലെ ജീവിതം നോക്കിയാൽ ഒരു മനുഷ്യരും ഇതൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവരിങ്ങനെ ലോകത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ആത്മീയമുണ്ട്, കൂടെ നമ്മൾ വചനം കേൾക്കുന്നവരാണ്, നമ്മൾ ആത്മീയരാണ്, നമ്മൾ ദൈവ വേലക്കാരാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, നമ്മളെല്ലാം ചിന്തിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, സത്യം അതല്ല. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ്. ദൈവം പ്രതീക്ഷയോട് നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതാണ്. അതിന് ദൈവത്തിനെല്ലാം ഉദ്ദേശവുമുണ്ട്. എന്താണ് ഉദ്ദേശം? മനുഷ്യൻ്റെ ബന്ധനങ്ങൾ, അവൻ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ വന്ന ബന്ധനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, ശാപം മനുഷ്യൻ്റെ മേലുണ്ട്. അവൻ ജന്മനാ പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ബന്ധനത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? പാരമ്പര്യത്തിൻ്റെ ശാപമുണ്ട്. നമ്മൾ പറയുന്നു എനിക്ക് പാപത്തിന്മേൽ ജയം ഇല്ല എന്ന് പറയുന്നുണ്ട്.
എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെ എനിക്ക് ഭാരം വരുന്നുണ്ട്, അല്ലെ ടെൻഷൻ വരുന്നുണ്ട്. ഇതെല്ലാം പാരമ്പര്യമായി നമുക്ക് കിട്ടിയാണെന്ന് എത്ര പേർക്കറിയാം? ഈ പാരമ്പര്യത്തിന് ശാപം മാറാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്, നിന്റെ പാപം നീ നേടിയെടുത്താൽ നിന്റെ പിതാക്കന്മാരുടെ ശാപവും ഞാൻ മാറ്റിത്തരാം. എന്നെ പകയ്ക്കുന്നവരിലാണ് വേദപുസ്തകം പറയുന്നത്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും മക്കളുടെ മേൽ സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ചിന്തിച്ചിട്ട് വീട് കിട്ടുന്നില്ല. എൻ്റെ അപ്പനെക്കുറിച്ച്, ചെറുപ്പകാലത്തെ അപ്പൻ എങ്ങനെയാണ് ജീവിച്ചത് എനിക്കറിയാൻ പാടില്ല. 3 തലമുറയുള്ള പിതാക്കന്മാരുടെ ജീവിതം എന്താണ്? അവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ദൈവസ്നേഹം മനസ്സിലാക്കാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടി. ആ പാപമൊക്കെ എൻ്റെ തലമിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തലപൊക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അനേക ബന്ധനങ്ങളുണ്ട്. അതെപ്പോഴാണ് അറിയാം? മരണക്കടക്കയിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ക്ഷമിച്ച് കിട്ടാത്ത ബന്ധനങ്ങളെല്ലാം കണ്ണിന് പോയി നിരന്നു വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. വെപ്രാളപ്പെട്ടാലും ഒന്നും നടക്കുകയില്ല. ദൈവം എന്തിനാണ് ആയുസ് തന്നിരിക്കുന്നത്? കൃപയാൽ എനിക്കറിയാം, 39ാമത്തെ വയസ്സ് തീരുപോണ്ട മനുഷ്യനാണ് ഞാൻ. എനിക്ക് ആയുസ് ദൈവം നീട്ടിത്തന്നത് എന്തിനാണ്? മക്കളുടെ കൂടെ ജീവിക്കാനോ ഭാര്യയുടെ കൂടെ ജീവിക്കാനോ അല്ല, പ്രസംഗിച്ച് നടക്കാനോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരണം. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണം. മൂന്നാമത്, ക്രിസ്തു ഉള്ളവനായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവനവൻ്റെ താല്പര്യങ്ങൾക്കല്ലാതെ വേറെ എന്തുണ്ട്? ലോകമനുഷ്യരെ പോലെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, പണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, സുഖ സൗകര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ദൈവം ഒന്നും കാണുന്നില്ലെന്നോ അല്ലെ ദൈവത്തിനൊരു കുഴപ്പമില്ലെന്നോ ചിന്തിക്കുകയാണ്. വേദപുസ്തക അടിസ്ഥാനമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ദൈനംദിന ജീവിതത്തിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞോ ജീവിക്കുന്നത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ദൈവാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചാണോ ജീവിക്കുന്നത്? നമ്മുടെ കണ്ണ് നിയന്ത്രിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണോ? പ്രാഗൽഭ്യം ഉണ്ടോ? പറ. നമ്മുടെ നാവ് നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണോ? ദൈവം ഇച്ഛിക്കാത്ത ഒരു കാര്യം നാവിൽ വരില്ലെന്ന് നിർബന്ധം നമുക്കുണ്ടോ? ഒരു 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 കള്ളവൻ്റെ നാവിൽ വരികയില്ല, ഒരു പരിഹാസം എൻ്റെ നാവിൽ വരികയില്ല, ഒരു വ്യാജം എൻ്റെ നാവിൽ വരികയില്ല, ഞാൻ ആരെക്കുറിച്ച് ഒരു മോശാഭിപ്രായം പറയില്ല എന്നുള്ള നിർബന്ധം നമുക്കുണ്ടോ? അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. അതാണ് തീരുമാനമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുക്കുന്നത്? എന്തുകൊണ്ട്? എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. എൻ്റെ ദൈവം വൻകാര്യം എനിക്ക് ചെയ്തു തന്നു, വലിയ പ്രതീക്ഷ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ദൈവം. അതുകൊണ്ട് അത് നിവർത്തിക്കാൻ എൻ്റെ തീരുമാനം അത്യാവശ്യമാണ്, എൻ്റെ സമർപ്പണം അത്യാവശ്യമാണ്. എൻ്റെ തീരുമാനത്തിൻ്റെ മേലാണ് ആത്മാവ് ഇറങ്ങുന്നത്. പ്രിയരെ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാൻ തീരുമാനമൊന്നും എടുക്കാണ്ടിരുന്നാൽ ഒരാത്മാവും എൻ്റെ മേൽ വരികയില്ല. ആദ്യ സ്നേഹം കിട്ടും, ശരിയാണ്. പക്ഷെ ആദ്യ സ്നേഹം നിലനിർത്താൻ പറ്റുകയില്ല, സാധിക്കുകയില്ല. ഒരു കുറവ് നിനക്കുണ്ടെന്ന് പറഞ്ഞത് എന്ത് കുറവാണ്? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി? നിന്റെ പാത്രം നീ ഒരുക്കിയില്ല. പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കാൻ തക്കവണ്ണം നിന്റെ പാത്രം നീ വിശുദ്ധമാക്കിയില്ല. നീ ആണ് യാതൊരു ക്രമീകരണം നടത്തിയില്ല. ആദ്യ സ്നേഹം കിട്ടി, സ്തുതിച്ചു, ഓടി കാണുന്ന സാക്ഷ്യം പറഞ്ഞു, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കാൻ നീ എത്രമാത്രം ജാഗരണം കാണിച്ചു, എത്രമാത്രം നിർബന്ധം കാണിച്ചു? ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും എൻ്റെ പ്രകൃതം എങ്ങനെയാണ്. ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ആളത്തെ എത്ര മോശമാണെന്ന്, നമ്മുടെ പ്രകൃതം എത്ര പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണെന്ന്. നമ്മുടെ ആളത്തം പെട്ടെന്ന് നിരാശപ്പെടുന്നതും ഭാരപ്പെടുന്നതും ടെൻഷൻ എടുക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ പ്രിയരെ, ദൈവം നമ്പരാൻ ചുമ്മാ ഒന്നും ചെയ്തു തരത്തില്ല. നാം അത്യാവശ്യക്കാരാണ്. നാം പാപം കണ്ടുപിടിക്കണം, ദൈവസന്നിധി ഇരിക്കണം, പാപത്തിൻ്റെ മൂല കാരണം ഇന്നതാണെന്ന് കണ്ടുപിടിക്കണം, ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി വേർതിരിയാണ്, എൻ്റെ മേലെ ഈ പാപം നിൽക്കാൻ പാടില്ല. പറയാൻ പറ്റുമോ? ഞാൻ നിനക്ക് വേണ്ടി വേർതിരിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിൻ്റേതാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റുമോ? ക്രൂശിൻ്റെ സാക്ഷിയാണെന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിൻ്റെ രക്തം വീണ ഒരു പാപിയാണ് ഞാൻ. ഇനി ഞാൻ പാപി എന്നുള്ള ലേബൽ എനിക്കില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. തന്നെത്താൻ പറയാൻ പറ്റുമോ? നമ്മൾക്ക് ഏത് രീതിയിലാണ് വിശേഷതയുള്ളത്? പരിസരത്ത് കാണുന്ന മനുഷ്യരെക്കാൾ നമുക്ക് എന്താണ് വ്യത്യാസമുള്ളത്? അവരും ജീവിക്കുന്നു, നമ്മളും ജീവിക്കുന്നു. അവരും തെറ്റുപറ്റാതെ ജീവിക്കുന്നു, മാന്യമായി ജീവിക്കുന്നു, നമ്മളും അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ അവരെക്കാൾ നമുക്ക് വ്യത്യാസം എന്താണ്? മറ്റുള്ളവരെക്കാൾ നമുക്കുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ രക്ഷ കണ്ടെത്തിയവരാണ്, നമ്മൾ രക്ഷകനെ കണ്ടെത്തിയവരാണ്.
നമ്മൾ രക്ഷകന്റെ രക്തം വീണവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നവരാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ വേലക്കാരാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരാണ്. നമ്മൾ വ്യത്യസ്തരാണ്. പറയാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിന് കടിഞ്ഞാണുണ്ടോ? നമ്മുടെ കണ്ണിന് കടിഞ്ഞാണുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ വേദപുസ്തകം പറയുന്നുണ്ട്, നമ്മൾ വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണെന്ന്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ജനത്തെ മിസ്രൈമിൽ നിന്ന് വേർതിരിക്കുമ്പോൾ, ജാതി ആരാധനയെ കഴിഞ്ഞിരിക്കുന്ന ആ ജനത്തെ വേർതിരിക്കുമ്പോൾ അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ദൈവം അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. വായിക്കേ, ആവർത്തന പുസ്തകം 7-6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അത് നിർബന്ധമാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ദൈവം കൊടുക്കുന്ന ഒരു അരുളപ്പാട്, ഞാനും നീയുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ, എനിക്ക് നീയുമായിട്ട് കാര്യം വേണമെങ്കിൽ എൻ്റെ ഇഷ്ടം നീ വിശുദ്ധനായി തീരണമെന്നുള്ളതാണ്. ഞാൻ വിശുദ്ധനായതുകൊണ്ട് ഞാൻ പ്രിയം വെക്കുന്നവരും വിശുദ്ധരായിരിക്കണം. പിതാവെന്ന് പറയുന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ എൻ്റെ മക്കളും വിശുദ്ധരായേ പറ്റുള്ളവർ. യാതൊരു വിട്ടുവീഴ്ച അവിടെ ഇല്ല. എത്ര പേർക്ക് നിർബന്ധമുണ്ട്? എനിക്ക് വിശുദ്ധനായി തീരണം. എൻ്റെ ദൈവം വിശുദ്ധനായതുകൊണ്ട് എനിക്കും വിശുദ്ധനായി തീരണം. എത്ര പേർക്കുണ്ട്? പ്രിയരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ വചനം നമ്മുടെ അന്ത്യകാലങ്ങളിൽ നമ്മളെ ന്യായം വിധിക്കുന്ന വചനമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് വിശുദ്ധ ജനമാണ്, നിങ്ങളെനിക്ക് സ്വന്തം ജനമാണ്. വിശുദ്ധ ജനമായെങ്കിലല്ലേ സ്വന്തമാകാൻ പറ്റുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ സ്വഭാവം മക്കൾക്ക് കാണും. അപ്പൻ വിശുദ്ധനാണെങ്കിൽ മക്കളും വിശുദ്ധരായേ പറ്റുള്ളൂ. അപ്പനെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് ആരാണെന്നൊന്നും ഈ കണ്ട ലോകത്തിലുള്ള ആർക്കും അറിയാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്കുള്ള അറിയാൻ പാടില്ല യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്, യേശു ക്രിസ്തു ആരാണെന്നറിയാൻ പാടില്ല. പിന്നെ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലേ? യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഞാനല്ലേ? യേശുവിൻ്റെ വചനം കേട്ട ഞാനല്ലേ? യേശുവിൻ്റെ രക്തം വീണ ഞാനല്ലേ? യേശുവിൻ്റെ ആത്മാവുള്ള ഞാനല്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യത്യസ്തരാണ്. അതാണ് വിശേഷതയുള്ളതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:9 നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. എത്ര വ്യക്തമായിട്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അനുഭവമാക്കാറുണ്ടോ? വളരെ സങ്കടത്തോടെ പറയുകയാണ്, ആരും അതിന് വില കൊടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സാധിക്കില്ലെന്നാണ് പറയുന്നത്. രാജകീയ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്നറിയാമല്ലോ. എൻ്റെ വീട്ടിലെ പുരോഹിതൻ ഞാനാണ്. എൻ്റെ വീട്ടിലെ പുരോഹിതൻ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കേണ്ട ആളാണ്. പുരോഹിതന് ദൈവത്തോട് സാമീപ്യമുണ്ട്. മോശ ദൈവസന്നിധിക്ക് നേരിടാൻ കറഞ്ഞില്ലു. വേറെ ആരും ചെല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹ്റോനോ മറിയാമോ ആരും അങ്ങോട്ട് എടുക്കാൻ പാടില്ല. അവരൊക്കെ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നീ മാത്രം എൻ്റെ അടുത്തേക്ക് വരിക. ദൈവത്തിന് എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല. ദൈവത്തിന് എല്ലാവർക്കും കള്ളപ്പാട് കൊടുക്കാനും പറ്റില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും കിട്ടുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിന് ഞാൻ എന്നെ തന്നെ വേർതിരിക്കണം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന് വേണ്ടി നേർന്നതായിരിക്കണം. ദൈവം എന്നോടൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്ന അവസരങ്ങളുണ്ട്. ഞാൻ പറയും, നീ എന്നോടൊന്നും പറഞ്ഞില്ലേലും, നിൻ്റെ സാന്നിധ്യം എനിക്ക് തന്നില്ലേലും ഞാൻ നിൻ്റേതാണ്. എനിക്ക് വേറൊരു വഴിയൊന്നുമില്ല. എൻ്റെ യൗവനകാലത്ത് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതാണ്. പക്ഷെ പ്രായമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കി ഞാൻ സമർപ്പണം എടുത്ത മനുഷ്യനാണ്. നീ മറിഞ്ഞിരുന്നാലും ഞാൻ നിൻ്റെ അടുത്ത് വരും. നീ എത്ര മാറിയെന്നാലും ശരി, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കിട്ടിയില്ലേലും വെറുതെ എഴുന്നേറ്റ് നടക്കുമ്പോഴായിരിക്കും ആ സാന്നിധ്യം കിട്ടുന്നത്. അത് എപ്പോഴായാലും കിട്ടിയാൽ മതി. ഇന്ന സമയത്ത് കിട്ടണമെന്നൊന്നുമില്ല. ഞാനങ്ങനെ നിർബന്ധമൊന്നും പഠിക്കാറില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എന്നോട് സ്നേഹമാണ്. ഞാൻ പാവിയായിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ചു. ഞാൻ ഇത്രയും സമർപ്പെടുത്ത് വരുമ്പോഴോ അത്രമാത്രം സ്നേഹിക്കും. അതുകൊണ്ട് ആ സ്നേഹത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യാനോ അളക്കാനോ ഒന്നും ഞാൻ പോവില്ല. എനിക്കറിയാം എൻ്റെ ദൈവം സ്നേഹമാണ്. എന്നോട് വലിയ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. അവന് എന്നെ മറക്കാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ പ്രാർത്ഥന അവൻ ചെവിക്കൊള്ളാതിരിക്കുന്ന വിഷയം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ പാപത്തോടാണ് യാത്ര പറയുന്നതെങ്കിൽ, വിശുദ്ധനാകാനാണ് കുതിക്കുന്നതെങ്കിൽ, അപ്പൻ്റെ ക്വാളിറ്റിയുള്ള മകനായി തീരാനാണ് കുതിക്കുന്നതെങ്കിൽ, എൻ്റെ കർത്താവ് ഒരിക്കലും ഒരു കാരണവശാലും എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയുന്നൊരു വിഷയമില്ല. എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? എൻ്റെ മൂത്ത പെങ്ങളിയോടെ എന്നെ വിളിച്ചു.
സാധാരണ വിളിച്ച് ലോഹ്യം വർഷത്തിലൊരിക്കലെങ്ങാനും ഒന്ന് വിളിക്കും. എൻ്റെ ജന്മദിനത്തിലായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. വിളിക്കാത്തതാക്കും ഓർത്തിരിക്കും. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എൻ്റെ പെങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ലോഹ്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവസാനം എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ, എനിക്കിപ്പോൾ 81 വയസ്സായി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എൻ്റെ പെങ്ങളെന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആത്മാവിൽ കെട്ടിയിരുന്നു. ആ ആത്മാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലായി ഞാൻ ആരാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം ദൈവം തന്നു. ഞാൻ വിശുദ്ധിയിലേക്ക് കടക്കും തോറും ആ പ്രാഗൽഭ്യം എനിക്ക് കൂടും. എനിക്കറിയാം എൻ്റെ ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും, ഉറപ്പാണ്. കാരണം ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ലോകകാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, ഭൗതിക കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എൻ്റെ സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ആത്മാവിൻ്റെ കാര്യമല്ലേ. ഞാനല്ലാതെ വേറെ ആര് പ്രാർത്ഥിക്കും? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനല്ലാതെ വേറെ ആര് പ്രാർത്ഥിക്കും? അതാണ് രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞ സ്വന്തം ജനം, വിശുദ്ധജനം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 2:24 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണറിയാൽ നമുക്ക് സൗഖ്യം വരുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഇതെങ്ങോട്ട് ജനത്തിന് പിടികിട്ടുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം കൊണ്ട് നേടിയെടുത്തത് എന്താണ്? ഞാൻ വിശേഷപ്പെട്ടവനല്ലേ? പുത്രൻ്റെ രക്തത്തും വീണവനല്ലേ ഞാൻ? എൻ്റെ പാപമല്ലേ അവൻ ചുമന്നത്? അവൻ പരിഹാരം വരുത്തിയെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? എന്തിന് പാപത്തിൽ കഴിയണം? എന്ത് ടെൻഷൻ അടിച്ച് ജീവിക്കണം? എന്തിനാണ് പാപത്തിന് അടിമ നോക്കി കഴിയേണ്ടത്? യേശു ക്രിസ്തു എൻ്റെ പാപം ചുമന്നുവെങ്കിൽ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ, അവൻ്റെ രക്തം അതിൽ വീണെങ്കിൽ, പിന്നെ എങ്ങനെ എൻ്റെ മേൽ പാപം വരും? പ്രിയരെ, ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഞാൻ പാപത്തെ വെറുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു കാലത്തും പിന്നെ ആ പാപം അടുക്കയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്. അത് ഉവെന്ന് പറഞ്ഞാൽ ഉവ് തന്നെയാണ്. അതിന് പിന്നെ യാതൊരു മാറ്റവുമില്ല. ദൈവത്തിന് സ്തോത്രം. പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് മരിക്കുക തന്നെയാണ്. പിന്നെ പാപമില്ല. പാപത്തിൻ്റെ ആഴത്തിലുള്ള ഇൻഫ്ലുവൻസ് നമ്മൾ അറിയാതെ വല്ലതും ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ദൈവസേന ഇരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ഒരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ദൈവസേന ഞാൻ വിശുദ്ധനായിരിക്കുകയില്ലല്ലോ. ദൈവമല്ലേ എന്നെ വിധിക്കുന്നത്. ആഴങ്ങളുടെ ആഴങ്ങളുണ്ട്. അബോധാവസ്ഥയിൽ ഈ പാപത്തിൻ്റെ വേരുകളൊക്കെയും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രകടമായ പാപം വിടുന്നൊരു കാലമുണ്ട്. ചിന്തയിലും വികാരത്തിലും ആഗ്രഹത്തിലും സ്വപ്നത്തിലുമുള്ള പാപം മാറുന്നൊരു കാലമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പോലും, ഒരു പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലെങ്കിലും ആഴത്തിൽ ഞാൻ എൻ്റെ യൗവനകാലത്ത് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ വേരുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, വെളിയിൽ വരുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പരിശുദ്ധരാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. ശുദ്ധീകരണവും വേല ഒരുമിച്ച് അടക്കുകയാണ്. ആഴത്തിലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ തന്നെ വേർതിരിക്കുന്നു, അതേസമയം സൈമൾട്ടേനിയസായിട്ട് ദൈവത്തിൻ്റെ വേലയും നടക്കുന്നു. ഇതാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതിൻ്റെ കാര്യം. ദൈവത്തിന് എന്നെ അത്യാവശ്യമാണ്. ദൈവത്തിന് എൻ്റെ നാവ് അത്യാവശ്യമാണ്. ദൈവത്തിന് എൻ്റെ ആരോഗ്യം അത്യാവശ്യമാണ്. ദൈവത്തിന് എൻ്റെ വീട് അത്യാവശ്യമാണ്. എൻ്റെ വാഹനം അത്യാവശ്യമാണ്. എൻ്റെ ആളത്വം ദൈവത്തിന് ആവശ്യമാണ്. എന്നിൽ കുടിയിരിപ്പാൻ ദൈവം കൊതിക്കുന്നു. അനേക വീടുകളിലേക്ക് നോക്കിയിട്ട് സാധിക്കുന്നില്ല. അനേക ആളത്വത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന് സ്ഥിരമായിട്ട് വസിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ തനതായ സ്വഭാവങ്ങളും അവരുടെ പാപപ്രവൃത്തി കൊണ്ടും പാപ സ്വഭാവങ്ങൾ കൊണ്ടും ദൈവത്തിന് സ്ഥിരമായിട്ട് വസിക്കാൻ പറ്റുന്നില്ല. എന്നാലോ ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. അവൻ്റെ പ്രതീക്ഷ വലുതാണ്. ഞാൻ നിവർത്തിച്ച് കൊടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് അവന് വസിക്കാനുള്ള വാസസ്ഥലമായി വേർതിരിക്കണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെ, പിതാപുത്ര പരിശുദ്ധാത്മാവും ദൈവം തന്നെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനമനുസരിക്കും, ഞാനും എൻ്റെ പിതാവും കൂടെ വന്ന് അവിടെ വാസം ചെയ്യും. എന്താ പറഞ്ഞു? യോഹന്നാൻ സുവിശേഷത്തിലെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളവിടെ വാസം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസത്തേക്കല്ല പറഞ്ഞത്. കൃത്യമായും വ്യക്തമായിട്ടും വേദപുസ്തകം ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആ 23-ാമത്തെ വാക്യം, 14-23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഒരു ദിവസത്തേക്കാണോ? ഗസ്റ്റായിട്ടാണോ? ഭവന സന്ദർശനമാണോ? അല്ല പ്രിയരെ, എന്നെ പിടിച്ചുകുലിക്കൊരു സംഭവമാണിത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം വരേണ്ടത് സ്നേഹമാണ് വരേണ്ടത്. അവൻ എന്നെ സ്നേഹിച്ച സ്നേഹം
അവൻ എനിക്ക് വേണ്ടി മരിച്ച സ്നേഹം, അവൻ എനിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന സ്നേഹം, അവൻ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ച സ്നേഹം, അവനോടാണ് നന്ദി, അവനോടാണ് കടപ്പാട്. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ അവൻ എഴുതിയിരിക്കുന്ന വചനം മുഴുവൻ സന്തോഷത്തോടെ അനുസരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ പിതാവും പരിശുദ്ധാത്മാവും കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വാസം ചെയ്യും. എന്തായി പറയണത്? എൻ്റെ പ്രിയരെ, ഇത് വേറെ പുസ്തകത്തിൻ്റെ താളുകളിൽ ഇരുന്നാൽ മതിയോ? അനുഭവിക്കണ്ടേ, ദൈവ സാന്നിധ്യം അനുഭവിക്കണ്ടേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്ന അറിയണ്ടേ, ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മൾ അറിയണ്ടേ, ദൈവത്തിൻ്റെ ആലോചന നമ്മൾ അറിയണ്ടേ, സാത്താനോട് യാത്ര പറയാനുള്ള വ്യക്തമായ ആ ഉറപ്പും ധൈര്യവും നമ്മൾ അറിയണ്ടേ, പാപം തൊടാത്തൊരു ജീവിതം നമ്മൾ അനുഭവിക്കണ്ടേ, പാപത്തിന് ചുറ്റും ദൈവത്തിൻ്റെ വേലിക്കെട്ട് അനുഭവിക്കുന്ന നമ്മൾ അറിയണ്ടേ, സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം അറിയണ്ടേ, തീമതി സംരക്ഷണം നമുക്കുള്ളത് നമ്മൾ അറിയണ്ടേ. നമ്മളെ വിശേഷപ്പെട്ട ജാതിയാണ്. ലോകത്തിലെ ചുരുക്കം പേരുണ്ടെങ്കിലും അതിൽ ഒരുവൻ ഞാനാണെന്നുള്ള ബോധ്യം എനിക്ക് തന്നെ ഭരിക്കണം. ഞാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്. അതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാളാണ്. ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ആരാണ്. സ്വന്തം ജീവിത അനുഭവത്തിൽ കൂടെ ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഒരാളാണ്. ഇത് സാധിക്കുന്ന കാര്യമാണ്. പാപക്ഷമയുണ്ട്, പാപത്തിൽ മോചനമുണ്ട്, പാപം ചെയ്യാത്തൊരവസ്ഥയുണ്ട്, ദൈവത്തെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ ലഭിക്കുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ പ്രിയരെ, അനുഭവിക്കുന്നവർക്കല്ലേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവം പറഞ്ഞു. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് അനേകരെ, പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കണം, അവർക്ക് ആത്മാവുണ്ടോ? അനേകർക്ക് തിട്ടമില്ല, ബോധ്യമില്ല. പരിശുദ്ധാത്മാവിനുണ്ടോ? പരിശുദ്ധാത്മാവിനിൽ ക്രിയ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ നയിക്കുന്നത്? പരിശുദ്ധാത്മാവ് എനിക്ക് ആലോചന പറയുന്നുണ്ടോ? ഇതൊന്നും ആർക്കൊരു ബോധമില്ല. എല്ലാം കാണുന്നുള്ള രീതിയിലാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നവരാണ്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് എടുത്തു കളയാൻ വയ്യാത്ത സമാധാനം ഞങ്ങൾക്ക് തരുന്നു. നമ്മൾ വിശേഷതയുള്ളവരല്ലേ? ദൈവ സാന്നിധ്യം അറിയുന്നവരെ, പരിശുദ്ധാത്മാവുള്ളവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തുന്നവരെ, ദൈവത്തിൻ്റെ രക്തത്തളിപ്പുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. പിന്നെ പറയുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് വെളിപാട് പുസ്തകത്തിലെ കാര്യമൊന്നുമല്ല, ഇവിടുത്തെ കാര്യമാണ്. ഇന്ന് ഭൂമി ജീവിക്കുമ്പോഴാണ് എനിക്ക് വചനം ആവശ്യം. ഭൂമി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വചനം. വെളിപാട് പുസ്തകം അത് അങ്ങേ ദേശത്ത് എന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദേശത്ത് വെച്ച്, ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് അനുഭവിക്കാത്ത ഒരു കാര്യവും കടന്നു ചെന്നാൽ കിട്ടാൻ പോകുന്നില്ല. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും, അവൻ അവർക്ക് ദൈവമായിട്ട് അവരോടുകൂടെ വസിക്കും. പ്രിയരെ, ഇത് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എന്തോ പ്രയോജനം? ഇവിടെ വെച്ച് ഇത് അനുഭവിക്കണ്ടേ? ഇവിടെ വെച്ച് ദൈവം കൂടാരം അടിക്കും നമ്മൾ അനുഭവിക്കണ്ടേ? അവൻ കണ്ണുനീര് തുടയ്ക്കുന്ന അറിയണ്ടേ? കണ്ണുനീര് തരുന്നതും കണ്ണുനീര് തുടയ്ക്കുന്നതും അവൻ തന്നെയാണ്. സ്തോത്രം. അവൻ്റെ കരത്തിന് തലോടൽ ലഭിക്കുന്നത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ അനുഭവിക്കുന്നവരാണ് അവർ വിശേഷതയുള്ളവരെന്ന് അവർക്ക് തന്നെത്താൻ ബോധ്യമാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിലുണ്ട്, ജീവജലം നിങ്ങൾക്ക് കൊടുക്കുമെന്ന്. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? സ്ത്രീ ചോദിച്ചു, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ പാവനിയായ സ്ത്രീ ചോദിച്ചു, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമെന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചു ആദ്യമുള്ളു. അപ്പം നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലം തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ കൊടുത്തില്ലേ? അവിടെ സാഹചര്യം വളരെ മോശമായിരുന്നു കിട്ടും. അവൾ ചോദിച്ചു, എനിക്ക് ജീവജലം തരണമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേര് കൊതിക്കുന്നുണ്ട് ജീവജലത്തിന് വേണ്ടി. കർത്താവിന് സ്തോത്രം. ഇത് കുടിച്ചിട്ട് വേണ്ടേ മറ്റുള്ളവർ കൊടുക്കാൻ. വിശന്ന് കിടക്കുന്ന ജനം, വറുതിയിൽ കിടക്കുന്ന ജനം, സമാധാനമില്ലാത്ത ജനം, ആശ്വാസമില്ലാത്ത ജനം, ഒറ്റ ജീവജലം കൊടുക്കണ്ടേ പ്രിയരെ? ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ആരുടെ നാവ് പൊങ്ങുന്നുണ്ട്? നല്ലവനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആരുണ്ട്? രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. എന്താണ് വിഷയം? ഞാൻ സങ്കടത്തോടെ കാണാറുണ്ട്. സംസാരിക്കുന്ന വിഷയം ലോകമാണ്, കന്നാര കൃഷിയാണ്, റിയൽ എസ്റ്റേറ്റാണ്, വെളിയിലേക്ക് പോകുന്ന കാര്യമാണ്, മക്കളുടെ കാര്യമാണ്, ഇതൊക്കെയാണ്. എന്നാൽ നല്ലവനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ആരുണ്ട്? സ്തോത്രം. എൻ്റെ പൊന്നു സഹോദര, ആത്മാവിൽ എങ്ങനെയുണ്ട്? മുന്നോട്ടാണോ പുറകോട്ടാണോ? പിന്മാറ്റത്തിലാണോ? പാപത്തിൽ വീണ് കിടക്കുകയാണോ? എന്താണ് നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ? എന്തിനാ സഹോദര? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് ആവലോടെ ഇറങ്ങുന്ന ഒരു കാലമാണ്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ? നിനക്കൊരു ജയജീവിതം വേണ്ടേ? ആദ്യ സ്നേഹം നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ എത്ര പേരുണ്ട്? കൂട്ടായ്മയാണ്, അതൊക്കെ ശരിയാണ്. പലതും വേറെ പലതും പറയാനാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയാൻ വേറൊന്നുമില്ല. സ്തോത്രം. ആത്മാവിൻ്റെ അവസ്ഥ ചോദിക്കാനോ
ധൈര്യപ്പെടുത്താനോ ഒന്നും ഇന്ന് ആർക്കും പറ്റുന്നില്ല. എന്താ പ്രിയരെ, ഞാൻ വിശേഷതയുള്ള മനുഷ്യനാണ്, ദൈവം കണ്ട മനുഷ്യനാണ്, ദൈവം അറിഞ്ഞ മനുഷ്യനാണ്, ദൈവം തൊട്ട മനുഷ്യനാണ്, ദൈവം ബന്ധനം അഴിച്ച മനുഷ്യനാണ്, ദൈവം ആത്മാവിനെ തന്ന മനുഷ്യനാണ്, പരിശുദ്ധാത്മാവിനെ തന്ന മനുഷ്യനാണ്, സമാധാനം കൊണ്ട് നിറച്ച മനുഷ്യനാണ്, ദൈവ സാന്നിധ്യമുള്ള മനുഷ്യനാണ്. ഞാൻ ലോകത്തോട് യാത്ര പറഞ്ഞവനാണ്. ഞാൻ കനാൻ ദേശക്കാരനാണ്. ഞാൻ ഈ സിയോൻ യാത്രക്കാരനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ മരണക്കടക്കിലേക്ക് പോകുന്ന മനുഷ്യനാണ്. കർത്താവ് എപ്പോൾ വന്നാൽ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാത്തോടും യാത്ര പറഞ്ഞവനാണ്. എല്ലാം വിട്ടുപിരിഞ്ഞവനാണ്. ധൈര്യമുണ്ടോ എൻ്റെ പ്രിയരെ? എല്ലാം വിട്ടുപിരിഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഭൂമി ജീവിക്കുമ്പോൾ തന്നെ വിട്ടുപിരിഞ്ഞു എന്ന് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? ഇന്ന് അനേകരും പേടിയാണ് പറയാൻ. എൻ്റെ യേശുവിനെ കണ്ടാൽ, യേശുവിൻ്റെ സ്നേഹം കഴിഞ്ഞാൽ വിട്ടുപിരിയില്ലേ? എല്ലാം വിട്ടുപിരിയും. സമാധാനത്തോടെ ഭൂമിയിൽ ജീവിക്കാം. ഒന്നും കണ്ട് നമ്മൾ കുലുങ്ങുമില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മുടെ ആത്മാവ് നമ്മളെ വിട്ടു മാറിപ്പോവില്ല. കാരണം നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ ആത്മാവിനെ. ദൈവത്തിന് സ്തോത്രം. വില കൊടുത്ത് വാങ്ങിക്കാനാണ് വെളിപാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. എന്തു വിലയാണ് കൊടുത്തത്? ഇവിടെ വിലപ്പെട്ടതെല്ലാം കൊടുത്തോ? ചെറുപ്പക്കാരന് വന്ന് അവനോട് ഒരു കാര്യം പറഞ്ഞോളൂ, നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവന് പറ്റിയോ? അവൻ്റെ ആത്മാവിനെ അവൻ കരുതിയോ? അവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയോ? അവന് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാം പുറമേ പറയുന്നേ ഉള്ളൂ, അകത്ത് യാതൊരു മാറ്റവുമില്ല. തുരുത്തി പുതുതാക്കാതെ ആത്മാവിനെ കിട്ടുകയില്ല പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനം ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. വചനം അനുസരിക്കുന്ന എത്ര പേരുണ്ട്? നിർബന്ധം എത്ര പേരുണ്ട്? കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് കർത്താവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ വേണം, എൻ്റെ ബന്ധനമെല്ലാം അഴിയണം, എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വേണം, ഞാൻ വിശേഷതയുള്ള മനുഷ്യൻ, ഞാൻ എന്നെ തന്നെ വേർതിരിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളതാണ്, അവൻ്റെ സമാധാനമാണ് ഞാൻ അനുഭവിക്കുന്നത്, അവൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല, അതിനൊരു സംശയമില്ല. അതെൻ്റെ തീരുമാനമാണ്. പിന്നെയോ, കർത്താവേ, സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ വരല്ലേ, എൻ്റെ കണ്ണ് തെറ്റരുതേ, എൻ്റെ ചിന്തകൾ പാളിപ്പോകല്ലേ, എൻ്റെ വികാരങ്ങൾ മാറില്ലേ കർത്താവേ, എൻ്റെ പാരമ്പര്യം നിനക്കറിയാമല്ലോ, എൻ്റെ കഴിഞ്ഞകാലം നിനക്കറിയാമല്ലോ, അതിൻ്റെയൊക്കെ വേരടി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒന്നും പൊങ്ങല്ലേ കർത്താവേ, നിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കേണ് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കയില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നെങ്കിൽ ഞാനത് ആക്കുമെന്ന് പറഞ്ഞൊരു നല്ലവനായ ദൈവം ഇന്ന് നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. കരം നീട്ടിക്കൊണ്ട് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ആത്മാവിനെ കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതം കൊടുക്കുമോ? വിട്ടുപിരിയാനുള്ളതൊക്കെ വിട്ടുപിരിയുമോ? സാത്താനോട് നിന്നേക്കുമോ? യാത്ര പറയുമോ? ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? അവൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ, അവൻ്റെ രക്തത്തളിപ്പ് ലഭിക്കട്ടെ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ, ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.